ഇതെല്ലാം വണ്ടിയുടെ എൻജിൻസ് ആട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈറ്റ ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാർക്കറ്റാണ്. എല്ലാം കാറിന്റെ ഏറ്റവും എല്ലാം നമ്മൾ പറയുവാണെങ്കിൽ തന്നെ ഒരു ട്രക്കിന് തൊട്ട് ഒരു സ്കൂട്ടറിന്റെ വരെ എല്ലാ പാർട്സും, അതായത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഓരോ പാർട്സും മേടിച്ച് ഒരു വണ്ടി തന്നെ പുതിയ ഉണ്ടാക്കാം. അതുപോലത്തെ വണ്ടിയുടെ സാധനങ്ങൾ കിട്ടാത്ത ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാ സാധനവും കിട്ടും. അതാണ് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്. അപ്പം നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വണ്ടിയൊക്കെ പൊളിച്ച് വെക്കുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഫുള്ള് വണ്ടിയുടെയൊക്കെ പാർട്സ് കിട്ടുന്ന സ്ഥലമാണ് പൊളിച്ച് വെക്കുന്നത്. എന്തായാലും മേളൊക്കെ ഉണ്ടോ, ഇതൊക്കെ മൊത്തം എല്ലാ പാർട്സും നമുക്കിവിടെ കിട്ടും. ഇവിടെ കേട്ടോ സെക്കൻഡ് ഹാൻഡ് ടയർ കിട്ടുന്ന എല്ലാ മോഡൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനം എടുത്ത് തരും. ഇതേ വണ്ടിയുടെ എഞ്ചിനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, വണ്ടിയൊക്കെ ഇരുന്ന് പൊളിക്കുന്നുണ്ടോ, ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ. വണ്ടിയുടെ പാർട്സ് എല്ലാം കണ്ടോ, പൊളിക്കാൻ കൊണ്ടിട്ടേക്കുന്നുണ്ട്, പൊളിക്കാൻ കൊണ്ടിട്ടേക്കുന്നത് കേട്ടോ. ഇതെല്ലാം വണ്ടിയുടെ എൻജിൻസ് കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഒരു പാർട്സ് എടുക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ഇവിടെ ജോജനുണ്ട്, ഇവിടെ ജോജന്റെ വണ്ടിയുടെ പാർട്സ് എടുക്കാൻ വേണ്ടി കേട്ടോ. ഇതേ അപ്പം നമ്മളിങ്ങനെ വ്ളോഗിങ് ഒക്കെ എടുത്ത് വന്നപ്പോൾ ഒരു പണി കിട്ടി. ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു വ്ളോഗേഴ്സിനെയും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത്തിരി ആരും കാണാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ തൊട്ട് എല്ലാം, ബസ്, കാറ്, ട്രക്ക്, സ്കൂട്ടർ, ബൈക്ക്, എല്ലാ സാധനത്തിൻ്റെയും പാർട്സുകൾ എല്ലാം ഇവിടെ കിട്ടാത്ത ഒരു സാധനം നമുക്കില്ല എന്ന് തന്നെ പറയാം. പിന്നെ ജനറേറ്ററൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ കാണാൻ കണ്ടില്ല, ഈ അമ്മച്ചയൊക്കെ ഇരുന്ന് വിൽക്കുന്നത് വണ്ടിയുടെ ഓരോ പാർട്സുകളാണ്. ഇവിടെ വരും, വണ്ടി പൊളിച്ച് മാറ്റി വിൽക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി ഒന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നോക്കണ്ട, ഇവന്മാരുടെ അടുത്ത് കൊടുത്തതുണ്ടല്ലോ, ഇവന്മാർ 1-2 മണിക്കൂറിനുണ്ടല്ലോ ഇതുപോലെ പാർട്സ് ആക്കി വെക്കും. ഇത് നമുക്ക് വണ്ടി കിട്ടുമോ? അതുകൊണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വണ്ടിയുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പാർട്സൊക്കെ ഒറിജിനൽ വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടല്ലോ, ഈ സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട്, അതൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടല്ലോ. പിന്നെ നാട്ടിലേക്ക് ഇതുപോലെ വണ്ടിയിൽ സാധനങ്ങൾ പല ഇന്ത്യയിൽ നിന്നല്ല പല സ്ഥലത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നില്ല. കുറേ ട്രക്കിലൊക്കെ വണ്ടി സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടു. നമ്മുടെയൊക്കെ ഓൺലൈൻ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ കിട്ടുന്ന സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ സാധനം എടുത്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് വിൽക്കുന്ന ഐറ്റമാണ് കണ്ടോ. ഇത് ബൈക്കിൻ്റെ കേട്ടോ. ഇവിടെ ബൈക്കിൻ്റെ സാധനങ്ങളാണ് മൊത്തം കിട്ടുന്നത്. നമ്മൾ ബൈക്ക് പൊളിക്കുന്നുണ്ട്, കാറൊക്കെ പൊളിക്കിട്ടിട്ടുണ്ട്. നമ്മൾ ബെൻസും ജാഗ്വറും BMW ഒക്കെ കണ്ട് പൊളിക്കാൻ ഇട്ടേക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഷൂട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാത്തത് കേട്ടോ. ഇതുണ്ട്, വണ്ടി എല്ലാം പൊളിച്ചിട്ടേക്കുക. നമ്മൾ വീഡിയോ ആരും കാണാതെ പതിയെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് ഷേക്ക് വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, വണ്ടി ഇപ്പം നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കും, വണ്ടിയുടെ ചില്ലയിലെ ബോണറ്റയിലെ അല്ലെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ ഒക്കെ ഡേറ്റ് നോക്കണം, മോഡൽ നോക്കണം. അപ്പം പുതിയ മോഡൽ നമ്മുടെ എന്താ പറയുന്നത്, പുതിയ ചില്ലൊക്കെ ഇട്ടിട്ടെങ്കിൽ അത് ഓൾറെഡി ഇടിച്ച വണ്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്. ഇപ്പം നിങ്ങൾക്ക് 2000 കാറ് നമ്മുടെ നാട്ടിലുണ്ടോ? ഇവിടെ വന്ന് നിങ്ങൾ കാറിൻ്റെ മോഡൽ നമ്പരും ഇതും വർഷവും പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷത്തെ ആ മോഡലിൻ്റെ സാധനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടിച്ച വണ്ടിയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരറിയാനാ ഇത് ഇടിച്ച വണ്ടിയാണോ അതോ പുതിയ ചില്ലിട്ടുണ്ടെന്ന് ആവശ്യമില്ല. പുതിയ ചില്ലിടുന്നതിൻ്റെ പകുതി വിലയ്ക്ക് ഇവിടെ നിന്ന് അങ്ങനെ സാധനം കിട്ടും, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ജെനുവിറ്റി നോക്കുന്നൊക്കെ ഒരു കണക്കിന് ഒരു ഇതുവരെ നമുക്കത് ഒരു ജെനുവിനാന്ന് പറയാൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് ഈ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കുന്നവർ ഇതുണ്ടല്ലോ, ഒരു ഇതൊക്കെ ടെമ്പോയൊക്കെ ഇടിച്ച് തകർന്ന് കിടക്കുന്നുണ്ടോ. ഇവിടെ എഞ്ചിനാണ് കിട്ടുന്നുണ്ടോ, ഇഷ്ടം പോലെ എഞ്ചിൻ, എല്ലാം ഏത് വണ്ടിയുടെ എഞ്ചിൻ വേണം. പിന്നെ അലോയ് വീൽസ് ഇഷ്ടം പോലെ ആൾക്കാരെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ സാധനം എടുത്ത് കൊടുക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ എടുത്തോട്ട് പോവാം. അലോയ് വീൽസൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും, കിട്ടാൻ സാധനമില്ല. എല്ലാത്തിൻ്റെ അലോയ് വീൽസ് ഉണ്ട് കേട്ടോ. എല്ലാം വിത്ത് ബ്രാൻഡിൻ്റെ, അതാണ് വീലിൻ്റെ നടുക്ക് വിത്ത് ബ്രാൻഡ് അടിച്ചേക്കുന്നത്. പിന്നെ ഗ്രില്ല്, ബോണറ്റ്, എന്താ പറയുക, ഡോറ്, എല്ലാ സാധനവും നമുക്കിവിടെ കിട്ടും. ഇതൊക്കെ ഈ സ്ഥലത്ത് നമ്മൾ വന്നേക്കുന്ന എല്ലാം ഓൾമോസ്റ്റ് അലോയ് വീലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഓരോ പാർട്സ് ആയിട്ടാണ് കട പോയിരിക്കുന്നത്, ഓരോ ഡിവിഷനായിട്ട്. A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ, അങ്ങനെ. ഒരു ഡിവിഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ്റെ പാർട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചേസിൻ്റെ, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോറ്, ബോണറ്റ്, പിന്നെ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീൽസ്, അലോയ്, ടയേഴ്സ് ആ സെക്ഷനിലാണ്. അപ്പോൾ ഇവിടെ മൊത്തം
അങ്ങനത്തെ സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് കൂടുതലും. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്നു, സാധനം എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ചെക്ക് ചെയ്ത് സാധനം നമുക്ക് മേടിച്ചുകൊണ്ട് പോകും. ഇതുണ്ട്, നമ്മളൊരു മിറർ വേണമായിരുന്നു ഇവിടെ XUV 500 അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടില്ലേ, നമ്മളിവിടെ നിന്ന് സാധനം എടുക്കുകയാണെങ്കിൽ ഫുള്ള് ചെക്ക് ചെയ്ത് എല്ലാ ലൈറ്റും സെൻസറും ചെക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഇത് മാത്രമല്ല നമുക്കൊരു ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ഹെഡ് ലാമ്പും വേണമായിരുന്നു, അത് നമ്മൾ എടുക്കുന്നുണ്ട്. ഒറിജിനൽ സെയിം മോഡൽ സെയിം വർഷത്തിലെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇതാണ് മറ്റേ പ്രൊജക്ടർ ലാമ്പ്. ഓക്കെ, इंडिकेटर हो गया, प्रोजेक्टर लैम्प हो गया, हेडलाइट ठीक है। ये LED आ गया नंबर ले कलर। ओके ओके ठीक है ठीक है ये यहां ओके इधर पर आगे वाला है। हां वो सेंसर लाइट आ जाता है तो इंडिकेटर साइड में ना हम गाड़ी साइड में तब आ गया सब कुछ आ गया। देखंडല്ലേ നമ്മൾ ചെക്ക് ചെയ്തെടുത്തിട്ടില്ലേ മൊത്തം സാധനങ്ങൾ നമ്മൾ എല്ലാ ലൈറ്റ്സും സെൻസറും എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ സാധനം എടുക്കുന്നത്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ ഇവിടെ കിട്ടാത്ത വണ്ടിയുടെ ഇതൊക്കെ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കേട്ടോ. ഹെഡ് ലാമ്പ്, ഇൻഡിക്കേറ്റർ, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ ഡോറും ബോണറ്റും ഗ്രില്ലും അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മോഡൽ വേണോ ഏത് വണ്ടി വേണോ വന്ന് പറഞ്ഞാൽ മതി, സാധനം നമുക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാം. ഇത് കണ്ടല്ലോ, ഇഷ്ടം പോലെ സാധനം തൂക്കിയിട്ടുണ്ട് കണ്ടോ. ഇത് ഹെഡ് ലാമ്പ് ഇരിക്കുന്ന മൊത്തം പല പല മോഡലിൻ്റെ. പിന്നെ നമുക്ക് കുറച്ച് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അത് ഈ സമ്മാർ വെച്ചേക്കുന്നത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവർ വേറെ വീടിൻ്റെ മുകളിലെ ടെറസിലിട്ടേക്കുന്നുണ്ട്. ജോജൻ കയറി പോകുന്നുണ്ട് ഹാൻ എടുക്കാനേ. പിടിച്ച് കയറി പോടേ. ഇത് കണ്ടോ, വണ്ടിയുടെ എഞ്ചിനൊക്കെ അഴിച്ചു വെച്ചേക്കുന്നുണ്ടോ. ഇതിൻ്റെ ഒന്നും നമുക്കറിയത്തില്ല, കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. നമ്മളിത് സാധനം മേടിച്ചുകൊണ്ട് കുറച്ചുകൂടി അകത്തോട്ട് നടക്കുക. രണ്ട് സൈഡിലും അലോയ് വീൽസുകളൊക്കെ ഉള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ലക്ഷങ്ങൾ വരുന്ന അലോയ് വീൽസുകളൊക്കെ ഇവിടെ നേരെ നമുക്ക് 90% 80% ഒക്കെ വില കുറച്ച് നമുക്ക് എടുത്തിട്ട് പോകാം. അതായത് ഇത് മേടിക്കാൻ തന്നെ നിങ്ങളിവിടെ വണ്ടി കയറി വന്നാലും നിങ്ങൾക്ക് ലാഭമേ വരത്തുള്ളൂ. കാരണം 1500 3000 രൂപ നിങ്ങൾക്ക് ട്രെയിനിന് പോകുമായിരിക്കും. പക്ഷേ വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ വേണോ, നിങ്ങൾ കയറി ഇങ്ങോട്ട് പോലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭമായിരിക്കും. പിന്നെ നമ്മളത് വണ്ടിയുടെ ഡാഷൊക്കെ ഫുള്ള് ഡാഷ് വിത്ത് സിസ്റ്റം എല്ലാ സാധനവും ഉള്ള കേട്ടോ അഴിച്ചു വെച്ചേക്കുന്നത്. നമ്മൾ ഈ സാധനം ചോദിച്ചതിൻ്റെ വില 4000 രൂപ എന്തോ അങ്ങനെ പറഞ്ഞു കേട്ടോ. 3000 4000 ആ റേഞ്ചിലെങ്ങാണ്ടാണ് പറഞ്ഞു. പിന്നെ അല്ലാത്ത വണ്ടിയുടെ പാർട്സുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ മാർക്കറ്റും ഏകദേശം ഞാൻ പറയാം ഒരു 1.5-2 കിലോമീറ്റർ മൊത്തം ഇതുപോലെ വണ്ടിയുടെ പാർട്സുകൾ. അതായത് ഏഷ്യയിൽ നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിലല്ല കേട്ടോ, ഏഷ്യയിൽ ഏറ്റവും വലിയ വണ്ടി പൊളിക്കുന്നതും വണ്ടിയുടെ ഓട്ടോമൊബൈൽ സാധനം കിട്ടുന്ന വർക്ക്ഷോപ്പ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന വണ്ടിയായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വന്ന് സാധനം എടുക്കുന്നു. അവിടെ വർക്ക്ഷോപ്പിൽ അവിടെ തന്നെ ഇഷ്ടം പോലെ വർക്ക്ഷോപ്പും ഉണ്ട്, മെക്കാനിക്കും ഉണ്ട്. അവിടെ നിന്ന് നേരെ സാധനം എടുക്കുന്നു, വണ്ടി ഫിറ്റ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന മൊത്തം. വരുന്നു, വില പേശുന്നു, സാധനം എടുക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നതല്ല. ഇവിടെ മൊത്തം പഞ്ചാബികൾ കേട്ടോ. നമ്മൾ കണ്ട മൊത്തം പഞ്ചാബികളാണ് ഇവിടെ സാധനം വിൽക്കുന്നത്, വണ്ടിയുടെ കച്ചവടക്കാർ മൊത്തം കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അവരാണ് വണ്ടി കച്ചവടം കൂടുതലും, വണ്ടിയുടെ ഈ സാധനങ്ങൾ കൂടുതലും വിൽക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, വണ്ടിയുടെ ഗ്രില്ലൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല സെറ്റപ്പ് ഗ്രില്ലൊക്കെ. പിന്നെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് കുറച്ച് വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. ഇവിടെ നമുക്ക് കാണാം ഏകദേശം നിങ്ങൾക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇവിടെ കാണാം. ഞങ്ങളകത്ത് കയറിയിട്ടൊരു 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചിറങ്ങിയത്. അതുപോലെ കാണാനുണ്ട് ചെറിയ ചെറിയ പാർട്സുകളൊക്കെ നമ്മളെ കാണാത്ത ഇഷ്ടം പോലെ നമ്മളെ അതിശയിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. വണ്ടിയുടെയൊക്കെ വലിയ ട്രക്കിൻ്റെയൊക്കെ ഫുൾ എഞ്ചിനും ചേസും അതിൻ്റെ എഞ്ചിൻ്റെ കണക്റ്റിൻ്റെ സാധനങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ അഴിച്ചിട്ടേക്കാം. നമുക്ക് കാണാനായിട്ട് ഇവിടെ വന്ന് ഇഷ്ടംപോലെ സാധനം നമുക്ക് കാണാം. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാൻ അനുവദിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ അനുവദിക്കത്തില്ലാത്ത ഒരു കാരണം തന്നെ വ്ളോഗർമാർ വരും ഇവിടുന്ന് സാധനം എടുക്കുന്ന അലോയ് വീലാണോ ഒരു 20,000 രൂപയുടെ വീലാണെങ്കിൽ അമ്മാരത് 5,000 രൂപ 3,000 രൂപ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വ്ളോഗ് ഇടും. അത് ആൾക്കാർ കാണും. അപ്പം ഇങ്ങനെ വന്ന് ഇവിടുന്ന് അത് കേട്ടിട്ട് ആൾക്കാർ ഇവിടെ മേടിക്കാൻ വരും. ഇവിടെ വരുമ്പോൾ അതല്ലായിരിക്കും വില. ഇതാണ് ഈ ഹിന്ദിക്കാർ തെണ്ടികൾ ഈ സാധനം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ദില്ലിയിൽ പല സ്ഥലത്തും നമുക്ക് വീഡിയോ എടുക്കാത്തത്. ഇത് തന്നെയാണ് ചോർ ബസാറിലെ പ്രശ്നം. പല സ്ഥലത്തും വീഡിയോ എടുക്കാൻ അനുവദിക്കാത്ത തന്നെ ഇതാണ്. ഈ ഐഫോണൊക്കെ 200 രൂപ 2000 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞ് വീഡിയോ ഇടും. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഇവിടെ ആൾക്കാർ 2000 രൂപയ്ക്ക് ഐഫോൺ എടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, അറിയാവോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുമോ? ഈ ക്യാമറ 2000 രൂപയ്ക്ക് സാധനം കിട്ടുവാണെങ്കിൽ ക്യാമറ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കോടീശ്വരനാമല്ലേ. ചുമ്മാ ഇവരെ വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള ചുമ്മാ ഇമാരുടെ ഇതാണ്. അതുകൊണ്ടാണ് പല സ്ഥലത്തും ബ്ലോഗർമാരെ ഇവർ അനുവദിക്കാത്തത്. ഇതുപോലത്തെ തെണ്ടിത്തരങ്ങൾ കാണിക്കും.
പിന്നെ ഇതുണ്ടോ നമ്മൾ കുറച്ചുകൂടി പോയി വീൽസിന് ഇഷ്ടം പോലെ അലോയ് വീലൊക്കെ നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടം പോലെ സാധനമുണ്ട് ഇവിടെ. വന്നിട്ട് ട്രക്ക് കണക്കിന് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പല രാജ്യത്ത് എങ്ങോട്ടാണ് പോകുന്നത് നടത്തില്ല, പല സ്ഥലത്തോട്ടും ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇതുണ്ട് പ്ലേറ്റുകളൊക്കെ, ഏത് വണ്ടിയുടെ ആണെങ്കിലും പ്ലേറ്റുകൾ ഇവിടെ കിട്ടും, വന്നാൽ മതി. കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാറുകൾ പൊളിക്കാനിട്ടുണ്ട്, അല്ലാത്ത ഫിറ്റ് ചെയ്യാൻ വന്ന കാറുകളൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിൻ കൊണ്ടുവന്നുണ്ട് ക്രെയിനിനകത്ത്. ഇങ്ങനെയാണ് ഇവിടെ എഞ്ചിൻ കൊണ്ടുവരുന്നത് ഓരോ വണ്ടികളുടെ. ഇങ്ങനെയാണ് ഇവിടെ എഞ്ചിൻ കൊണ്ടുവന്ന് ആൾക്കാർ. ഇതുണ്ട് ട്രക്ക് കണക്കിന് സാധനം എടുത്തുകൊണ്ട് പോവുക കേട്ടോ. ഇങ്ങനെ ട്രക്കിനകത്ത് സാധനം വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ, കണ്ടില്ലേ? ഇങ്ങനെയാണ് സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്, കാരണം ഇവർ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വിധത്തിലാണ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു എന്താ പറയുന്ന കുറച്ച് ലോക്കൽ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റോങ് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, അത് പിന്നെ സീനാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പല വീഡിയോ നമുക്ക് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഡൽഹിയിലെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് 2-3 കമൻറ്റ് വന്നായിരുന്നു ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ പാർട്സ് കിട്ടുന്ന ഒരു വീഡിയോ ഇടാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.